നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രിയ, എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആദ്യ കാഴ്ച തന്നെ എന്റെ മനസ്സിൽ കയറി പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് വേറെ ആരുമല്ല, ഈ പാർവതിയാ. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇവളാ പ്രിയ. ഗന്ധർവൻ എന്ന കള്ളപ്പേരില് അവളുടെ ജീവിതത്തില് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ റാസ്കൽ കാരണം അവൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എനിക്കെന്റെ മനസ്സ് അവളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്റെ ശമ്പള കവറാ. പ്രിയപ്പെട്ട പാറുവിന് ഗന്ധർവന്റെ മനസ്സ്. സമ്മാനങ്ങൾ, ഞാൻ എഴുതിയ എഴുത്തുകൾ എല്ലാം വെറുതെയായി. കൈലാഷ് സാർ പാർവതിയെ പ്രണയിക്കുന്നുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ അവൾ എന്റെ ആരുമല്ലാതായി പോയി. ആരുമല്ലാതായി. പ്രിയ, എന്താ അമ്മേ? എന്തിനാ വിളിച്ചേ? എന്താടാ? ഞാനോ? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? വിളിക്കുന്നത് ഞാൻ കേട്ടാണല്ലോ. നിന്നെ വിളിച്ചത് അമ്മയല്ലടാ, ഞാനാ. അവിടെ അല്ലടാ, ഇവിടെ. ആരാ? നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആരാ നീ? നിനക്കെന്നെ മനസ്സിലായില്ലേ? പാറുവിന്റെ മുന്നിൽ നീയാണെന്ന് വെളിപ്പെടുത്താതെ അവളെ സഹായിക്കാൻ നീ സൃഷ്ടിച്ച ഗന്ധർവനല്ല ഞാൻ. ഗന്ധർവൻ, ഗന്ധർവൻ. നിന്റെ മനസ്സിന്റെ സൃഷ്ടിയല്ലേ ഞാൻ. നീ എനിക്ക് തന്ന രൂപമല്ലേ ഇത്? നിന്റെ തന്നെ രൂപം. മറന്നുപോയോ? നിനക്ക് കൈലാഷിനോടുള്ള സ്നേഹം, റെസ്പെക്ട്, അതൊക്കെ എനിക്കറിയാം. എത്രയോ വലിയ നിലയിൽ കഴിയുന്ന ആളായിരുന്നിട്ട് പോലും അയാൾ നിനക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയ്ക്കും പകരമായിട്ട് പാർവതിയെ നീ കൈലാഷിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നീ സൃഷ്ടിച്ച ഈ ഗന്ധർവന് ഇനി നിലനിൽപ്പില്ലല്ലോ.
അതുകൊണ്ടാ നിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്, നിനക്കൊരൽപ്പം ഉപദേശം നൽകാൻ. നീ പറയാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. കൈലാഷ് സാർ പാർവതിയെ പ്രണയിക്കുന്നുണ്ട്. അതൊരു വെറും പ്രണയമല്ല. ആ പ്രണയത്തിന്റെ ആഴവും തീവ്രതയും നന്നായിട്ട് മനസ്സിലാക്കിയ ആളാ ഞാൻ. എന്നിട്ടും പാർവതിയെ ഞാൻ വീണ്ടും മനസ്സിൽ കൊണ്ട് നടന്ന അതിനേക്കാളും വലിയ നന്ദികേട് വേറെയില്ല. കൈലാഷ് സാറിനോട് നന്ദികേട് കാണിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി എനിക്ക് ഗന്ധർവന്റെ ആവശ്യമില്ല. നിനക്ക് നിന്റെ പാട്ടിന് പോവാം. എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കല്ലാതെ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? എന്നോട് എന്റെ പാട്ടിന് പോവാൻ നീ പറഞ്ഞില്ലേ? നിനക്ക് ഈ ഗന്ധർവന്റെ ആവശ്യമില്ലെന്നും നീ പറഞ്ഞില്ലേ? അത് പറയുമ്പോ നിന്റെ നെഞ്ച് വിങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതിയോ? നിനക്ക് ഭംഗിയായിട്ട് കള്ളം പറയാൻ പോലും അറിയില്ലല്ലോ എന്ന് ഓർത്താ ഞാൻ ചിരിച്ചത്. കൈലാഷ് നിനക്ക് തന്ന പരിഗണനയ്ക്ക് പകരമായി നീ വലിയൊരു ത്യാഗം ചെയ്യുന്നു. ത്യാഗം ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ ത്യാഗം ചെയ്യാൻ കഴിയൂ. പക്ഷെ ത്യജിക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ മനസ്സ് വിങ്ങാൻ പാടില്ല, കണ്ണുകൾ നിറയാൻ പാടില്ല. മനസ്സ് വിങ്ങാതെ, കണ്ണുകൾ നിറയാതെ നിനക്ക് നിന്റെ പാർവതിയെ വിട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ പാടില്ല എന്ന് ഞാൻ പറയില്ല. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കില്ല. പറ, മനസ്സ് വിങ്ങാതെ, കണ്ണ് നനയാതെ നിന്റെ പ്രിയപ്പെട്ടവളെ കൈലാഷ് സാറിന് വിട്ടുകൊടുക്കാൻ നിനക്ക് കഴിയൂ? നിനക്ക് കഴിയില്ല. നിന്റെ പെണ്ണിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിനക്ക് കഴിയില്ല. എന്നിട്ടും നീ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? പാറുവിനെ ഞാൻ പരിചയപ്പെടുന്നതിനും എത്രയോ മുമ്പ് അവളെ പ്രണയിച്ചു തുടങ്ങിയതാ കൈലാഷ് സാറ്. ഒരുപാട് ദൂരെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവളാ പാറു. കൈലാഷ് സാർ ഈ ടൗണിൽ ജനിച്ചു വളർന്ന ആളും. എന്നിട്ടും അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടില്ലേ? ദിവസവും കാണാനും അടുത്തിടപഴകാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായില്ലേ? എന്താ അതിന്റെ അർത്ഥം? അവർ തമ്മിൽ ഒരുമിക്കണമെന്നുള്ളത് ദൈവനിശ്ചയോ? കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പാറുവായിട്ട് ഈ ടൗണിൽ ജനിച്ചു വളർന്ന കൈലാഷ് സാർ പരിചയത്തിലായി. അത് ദൈവനിശ്ചയമാണെങ്കിൽ കൈലാഷ് സാറിനെ പോലെ നീയും ഈ ടൗണിൽ ജനിച്ചു വളർന്ന ആളല്ലേ? നീയും കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പാറുവുമായിട്ട് പരിചയത്തിലായില്ലേ? അതും ദൈവനിശ്ചയമായിരിക്കില്ലേ? പാർവതിയെ ദിവസവും കാണാനും അടുത്തിടപഴകാനുമുള്ള സാഹചര്യം കൈലാഷിന് മാത്രമല്ല, നിനക്കുമുണ്ട്. കൈലാഷിനേക്കാൾ കൂടുതൽ അവളുമായി കുറെ കൂടി അടുത്തിടപഴകുന്നത് നീയാ. പലപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണ് ജോലിക്ക് വരുന്നത്, തിരിച്ചു പോകുന്നതും പലപ്പോഴും ഒരുമിച്ചാണ്. മിക്ക ദിവസങ്ങളിലും ആഹാരം കഴിക്കുന്നതും ഒരുമിച്ചാണ്. അതിനുള്ള ഭാഗ്യമൊന്നും കൈലാഷിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ ദൈവം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാ? കൈലാഷ് സാറിനെയോ അതോ നിന്നെയോ? നിന്നെ. ആലോചിച്ച് നോക്കിയ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് നിനക്ക് മനസ്സിലാവും. ഒരുമിച്ച് വരുന്നതും പോകുന്നതാണോ പ്രണയം? ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതാണോ പ്രണയം?